ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മൾ ബോട്ടണിയിൽ സൈറ്റോളജിയിൽ സെൽ സൈറ്റോളജിയിൽ പഠിക്കുന്ന സെൽ ബയോളജിയിൽ പഠിക്കുന്ന ചാപ്റ്റർ ആണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന നീറ്റിൽ നല്ല വെയിറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻ പഠിക്കുന്നുണ്ട്, മൈറ്റോസിസും മിയോസിസും. സോ നമ്മൾ പഠിക്കുമ്പോൾ മിയോസിസ് ആണ് കൂടുതൽ പേർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുക. കാരണം ഒരുപാട് മിയോസിസ് 1 പ്രോഫേസ് 1 ഒരുപാട് സ്റ്റേജസ് ഒക്കെ ഉണ്ട്, അപ്പൊ കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷെ മൈറ്റോസിസിൽ പലപ്പോഴും നമ്മൾ സില്ലി മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ചാലോ. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ മൈറ്റോസിസിൽ നമുക്കറിയാം 4 സ്റ്റേജസ് ഉണ്ട്: പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ് അല്ലെ. കാരിയോകൈനേസിസിൽ ന്യൂക്ലിയർ ഡിവിഷനിൽ 4 ഫേസസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഫേസ് ആണ് പ്രോഫേസ്. പ്രോഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കണ്ടൻസേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ആണ് നടക്കുന്നത്. അതായത് ക്രൊമാറ്റിൻ മെറ്റീരിയൽ ത്രെഡ് പോലത്തെ ക്രോമസോം കണ്ടൻസ്ഡ് ആയിട്ട് പാക്ഡ് ആയിട്ട് ക്രോമസോം ആയിട്ട് മാറും അല്ലെ. അതാണ് നടക്കുന്നത്. അപ്പോ ഈ പിന്നെ പ്രോഫേസിൽ കണ്ടൻസേഷൻ മാത്രമല്ല, അവിടെ നടക്കുന്ന മറ്റു കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൽസ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതേപോലെ ഗോൾഗി കോംപ്ലക്സ്, ഇവരൊക്കെ അല്ലെ. അപ്പൊ അതൊക്കെ പതുക്കെ 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 ഡിറ്റാച്ച് ആവാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ നടക്കും. അതായത് സെല്ലിന്റെ ഷേപ്പ് തന്നെ നഷ്ടപ്പെടുകയാണ് ഇവിടെ പ്രോഫേസിൽ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ നമ്മുടെ NCERT ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 123 ഫിഗർ 10.2. അതില് ഏർലി പ്രോഫേസ്, ലേറ്റ് പ്രോഫേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏർലി പ്രോഫേസ് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റിൽ കാണാൻ പറ്റും അല്ലെ. സോ ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റിൽ ദർ, ഇറ്റ് ഇസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു ഡിസിൻറ്റഗ്രേറ്റ്. ഈ ഓർഗനൽസ് ഒക്കെ അപ്പം ചെറുതായിട്ട് ബ്രേക്ക് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് ലേറ്റ് പ്രോഫേസിലേക്ക് വരുമ്പോഴോ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് ദർ, ഇറ്റ് ഇസ് സ്റ്റിൽ ദർ, കംപ്ലീറ്റ്ലി അത് ഡിസിൻറ്റഗ്രേറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മുടെ NCERT പറയുന്ന ഒരു കാര്യമുണ്ട്, ആ പേജ് നമ്പർ 123 ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. Cells at the end of prophase when viewed under the microscope do not show Golgi complexes, endoplasmic reticulum, nucleolus and the nuclear envelope, which means nuclear membrane disintegrate ആയി കഴിഞ്ഞു, ബ്രേക്ക് ആയി കഴിഞ്ഞു. കാരണം ന്യൂക്ലിയോലസ് എന്നൊക്കെ അതിന്റെ ഉള്ളിലുള്ളതല്ലേ. അപ്പൊ അതിനുള്ളിലുള്ളതൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ആയി അവിടെ ക്രൊമാറ്റിഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൽ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവരെയും അതുപോലെ ഗോൾഗി കോംപ്ലക്സിനെ ഇവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ അവരൊക്കെ ഡിസപ്പിയർ ആയി. പക്ഷേ is the nuclear membrane still there? It is there. It is not completely disintegrated at the end of prophase. പിന്നെ എപ്പോഴാ അത് ഡിസപ്പിയർ ആവുന്നത്, നമുക്ക് കാണാൻ പറ്റാണ്ടാവുന്നത്? ദാറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മെറ്റഫേസ്. അതാണ് മെറ്റഫേസിലെ ഫസ്റ്റ് സെന്റൻസ്. ദ കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ ന്യൂക്ലിയർ എൻവലോപ്പ് മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് ദ സെക്കൻഡ് ഫേസ് ഓഫ് മൈറ്റോസിസ്. ഹെൻസ് ദ ക്രോമസോംസ് ആർ സ്പ്രെഡ് ത്രൂ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. അതായത് മെറ്റഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ മെംബ്രെയിന്റെ ഒന്നും ബാക്കിയില്ല, കംപ്ലീറ്റ്ലി ഡിസിൻറ്റഗ്രേറ്റ് ആയി. അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൽസിനെ ഒന്നിനെയും കാണുന്നില്ല. സോ വിച്ച് മീൻസ് ക്രോമസോംസിന് സൈറ്റോപ്ലാസിലൂടെ ഫ്രീ ആയിട്ട് വരാം, മെറ്റഫേസ് പ്ലേറ്റിലേക്ക് വന്ന് അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ അത് മക്കളൊന്ന് നോട്ട് ചെയ്യണം, കാരണം പലർക്കും ഇത് മാറിപ്പോവും. ഏർലി പ്രോഫേസ്, ലേറ്റ് പ്രോഫേസ് ആൻഡ് മെറ്റഫേസ്. അപ്പൊ കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ നടക്കുന്നത് മെറ്റഫേസിലാണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ലേറ്റ് പ്രോഫേസ് വി ക്യാൻ സ്റ്റിൽ സീ പാർട്സ് ഓഫ് ദ ന്യൂക്ലിയർ എൻവലോപ്പ്. അത് മക്കൾ മറക്കരുത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഐ വിൽ ബി കമ്മിങ് ടു യു വിത്ത് മോർ കണ്ടന്റ് ലൈക്ക് ദിസ്. ഗുഡ് ലക്ക്.